വീട് വയ്ക്കുവാനായി സ്വരുക്കൂട്ടിയ ലൈഫ് മിഷൻ തുകയുമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വയോധികയുടെ പണം കവർന്നു. കൊല്ലം ജില്ലയിലെ താമരക്കുടി പണ്ടാരത്തു വീട്ടിൽ ഭവാനിയമ്മയുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന സഞ്ചിയിൽ നിന്നുമാണ് പണം കവർന്നത്. കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതോടെ വീടെന്ന സ്വപ്നമാണ് ഭവാനിയമ്മയ്ക്ക് ഇല്ലാതായത്. ഭവാനിയമ്മയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു ലൈഫിന്റെ വീട് അനുവദിച്ചത്. വീടുവാർപ്പിനായി 50,000 കരാറുകാരന് നൽകാനായി ബാങ്കിൽ നിന്നും 25,000-വും ചെങ്ങമനാട് ബാങ്കിൽ പോയി എടുത്ത തൊഴിലുറപ്പ് കൂലിയും ഒരാൾ സഹായിച്ച 20,000-വും ഉൾപ്പെടെയാണ് മോഷണം പോയത്. പെൻഷൻ വാങ്ങാനായി ബാങ്കിലെത്തി പാസ്ബുക്ക് എടുത്തപ്പോഴാണ് പണം കളവ് പോയ വിവരം ഭവാനിയമ്മ അറിയുന്നത്. പണം സൂക്ഷിച്ച സഞ്ചി ബ്ലേഡ് ഉപയോഗിച്ച് കീറിയിട്ടുമുണ്ട്. വീടിന്റെ പണി നടക്കുക, അവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കേണ്ടത്, അത് 50,000 ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇറക്കാൻ കാശില്ല എന്നിട്ടാണ് ഈ കാശ് അവിടെ ഇട്ടിരുന്നത്. കൂട് കയറി എടുത്തോണ്ട് പോയി, ആരാന്ന് കണ്ടില്ല. ആശുപത്രിനകത്തുള്ള ഡെപ്പറേറ്റ് കെട്ടി വെച്ചിരുന്നേ, അതുള്ള സൈഡ് കയറി ഊരിക്കൊണ്ട് പോവാ, വലിച്ചു വാരി എടുക്കുമല്ലോ, കെട്ടോണ്ടിരിക്കുമല്ലേ. നിന്നതാ. ആളിനെ അറിയത്തില്ല. ഇത്രയും ഒരു പെങ്കൊച്ച എന്നോട് ചേർന്ന് തന്നെ, ഒരു കറുത്ത പെങ്കൊച്ച. ഈ പ്രായം ചെന്ന കാലത്ത് ഞാൻ ഇനി ഇറങ്ങി നടക്കാനും വയ്യ. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരുമില്ല സഹായിക്കാൻ. ഇപ്പൊ എപ്പോഴും പാല് കാച്ചി കഴിയേണ്ടതാ. ഇതിന്റെ കൂടെയുള്ള വീടെല്ലാം പാല് കാച്ചുന്ന, എന്റെ വീട് മാത്രമേ ഇങ്ങനെ കിടക്കുന്നുള്ളൂ. തൊഴിലുറപ്പ് ജോലിയെടുത്തും അയൽ വീടുകളിൽ ജോലി ചെയ്തുമാണ് ഭവാനിയമ്മയും മകനും ജീവിക്കുന്നത്. പ്ലാസ്റ്റിക് മൂടിയ ഷെഡിനുള്ളിലാണ് മകൻ തുളസിക്കൊപ്പം വർഷങ്ങളായി താമസിക്കുന്നത്. പണം നഷ്ടപ്പെട്ടതോടെ വീടുപണിയും മുടങ്ങിയിരിക്കുകയാണ്. കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയെങ്കിലും ബസ്സിനുള്ളിൽ CCTV ഇല്ലാത്തതിനാൽ പ്രതിയെ കണ്ടെത്തുമെന്ന് ഉറപ്പുമില്ല. ഫോൺ വിളിച്ച് ഞാൻ ചെല്ലുമ്പോൾ കൊട്ടാരക്കര സ്റ്റേഷന്റെ മുന്നിൽ എൻ്റെ അമ്മ തലയിൽ നിന്നും കറങ്ങി അവിടെ ഇരിക്കുകയാണ്. ഓട്ടോക്കാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇനി വീട് പാർക്കാൻ പറ്റത്തില്ല, എടാ കയ്യിൽ നിന്ന് പൈസ പോയടാ എന്ന് പറഞ്ഞു. ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ ഗണപതിയമ്പലത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു, അമ്മ പോയത് പോയി, ഇനി നമ്മളിപ്പോ എന്തോ പറയാം. മഴക്കാലത്തിന് മുൻപെങ്കിലും വീട് വാർക്കണമെന്ന കുടുംബത്തിന്റെ സ്വപ്നമാണ് തകർന്നത്. ഒരു യുവതി ബസ്സിനുള്ളിൽ ഭവാനിയമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. സുമനസ്സുകൾ ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഭവാനിയമ്മയും മകനും. സമകാലിക മലയാളം, കൊല്ലം.